ചേട്ടാ എന്താടി ആള് തുറന്നിട്ട് എത്ര സമയമായി? ഒരാള് വരുന്നില്ലല്ലോ. ഇത് നീ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സമയമൊന്നും ആയില്ലല്ലോ. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡി ആയിട്ട് വന്നോളും. ആ ചേട്ടൻ അങ്ങനെ പറയാം. 19,000 രൂപ മുടക്കിയിട്ടാണ് ഇതൊക്കെ മേടിച്ചുണ്ടാക്കിയേക്കണേ. ഇതൊന്ന് വിറ്റ് പോണ്ടത്. ആ വിറ്റ് പോണെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ. നിന്റെ അപ്പനെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയാൽ അത് മുഴുവൻ വിറ്റ് പോകും. അച്ഛനെ കൊടുന്ന് എങ്ങനെ വിറ്റ് പോണേ? ഐഡിയ ഉണ്ട്. എന്ത്? അതായത് ആർക്കും വേണ്ടാതെ നിന്നെ പോലെ ഒരുത്തിയെ എന്റെ തലയെ കെട്ടി വെച്ചില്ലേ, അപ്പൊ അങ്ങനെ വന്നാൽ ഇതെല്ലാം വിറ്റ് പോകും. എനിക്ക് ഉറപ്പാണ്. ഇത് പബ്ലിക് പ്ലേസ് നോക്കില്ല. എന്റെ വായ തോന്നിയത് ഞാൻ വിളിച്ചു പറയും. ഞാൻ എന്ത് പറയും? ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എന്റെ വക നിനക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കേട്ടാ. ആ നീ അവിടെ നോക്കിയെന്തോ. കൊച്ച് കൊച്ച് ആരും കാണുന്നില്ല ഏട്ടാ. ഒറ്റയ്ക്ക് എങ്ങനെ കൊച്ചു വന്നേ? യോ നല്ല മോളല്ലേ? അതെ അതെ മിടുക്കി. ചെലപ്പളേ കൊച്ചുങ്ങളില്ലാത്ത നമുക്ക് ദൈവം കൊണ്ട് തന്നാണെങ്കിലോ? പിന്നെ ദൈവം അവിടെ ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ നടത്തുമല്ലേ. കൊച്ചുങ്ങളില്ലാത്ത നമുക്ക് ദൈവം കൊച്ചിനെ കൊണ്ടേ തന്നിരിക്കും. അല്ല അതിനെ കൊച്ചു തന്നെ വരുമോ? അതിന്റെ അപ്പനും അമ്മ പുറകെ എങ്ങാനും കാണും. മോൾ എവിടെ ഇരുന്നു? നിങ്ങൾ ഇങ്ങനെ എനിക്ക് എക്കോ ഇടാതെ എവിടെയെല്ലാം പോയി കൊച്ചിനെ ഒന്ന് തപ്പ്. എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. നിനക്ക് നാണമില്ല എന്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് മാറിക്കേ. കാണുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനു ഇത്ര ആദി? എനിക്ക് ആദി എന്നല്ല പറഞ്ഞേ, എന്റെ കൊച്ചിന്റെ പേരാദി. എന്റെ കൊച്ചിനെ കണ്ടോ? പെങ്കൊച്ചാണോ? പെങ്കൊച്ചാ. മോളെ എന്റെ മോളെ ദൈവമേ, എന്റെ മോളെ നീ തന്നല്ലോ എന്റെ ദൈവമേ. കൈവിട്ട് വഴക്ക് പറയണ്ട. അനക്ക് പണിയുണ്ടായോ? തന്തയാന്ന് പറഞ്ഞ് നടക്കുവാ. ആ കൊച്ചിനോട് മര്യാദക്ക് നിങ്ങളൊന്ന് ചോദിച്ചേ എന്തിനാ കൈവിട്ട് പോയെന്ന്. പറഞ്ഞിട്ടില്ലേ ആൾക്കൂട്ടത്തിനിടെ കൂട്ടം തെറ്റി പോകരുതെന്ന്? ഉറച്ച വീക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ബലൂൺ വേണം. അവർക്ക് ബലൂണ് വേണോന്ന്? ബലൂണോ? എന്തിനാണ് നിനക്ക് ബലൂണ്? ചേട്ടാ എന്തിനാണ് നിനക്ക് ബലൂണ്? ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും പറയണ്ട. അച്ഛൻ പറയുന്ന പോലെ കേട്ടാ മതി. കേട്ടാ ബലൂൺ മേടിച്ചു കൊടുക്കുന്നേ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. എന്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അല്ല സെക്യൂരിറ്റി വന്നല്ല തീരുമാനിക്കുന്നത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു ബലൂൺ കുഞ്ഞുങ്ങളായ കരയും ബലൂൺ വേണമെന്ന് പറയും. കൊടുക്കണ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളും. എനിക്ക് ബലൂൺ വേണം. ബലൂൺ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബലൂൺ വേണ്ട, ബലൂൺ വേണ്ട, വേണ്ട. കേട്ടല്ലോ? കുഞ്ഞിലൊരു ബലൂൺ ഇരിക്കട്ടെ. കൊച്ചിന് ബലൂൺ കണ്ണി കണ്ടോറന്ന് ബലൂൺ മേടിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി. ആരുടെ കണ്ണി കൊണ്ടത് കാര്യം? കണ്ണി കൊണ്ടൊന്നല്ല, കണ്ണി കൊണ്ടവര് നിങ്ങൾ ഞങ്ങൾ കന്യന്. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്ന ഞങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. സാറേ ഒരു മാന്യത വേണം സാർ. ഇങ്ങനെയൊക്കെ ഇതെല്ലാം സെക്യൂരിറ്റി. പിന്നെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ അതല്ല പറഞ്ഞത്. ഞങ്ങളുടെ ലൈഫിൽ ഒരു സെക്യൂരിറ്റി വേണ്ടേ? ഞങ്ങൾ ഈ കടയിൽ വന്നതല്ല, ഞങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി വേണ്ടേ? പ്ലീസ് ഇവിടെ ഈ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. നീ വരുന്നുണ്ടേ വാടി. പിന്നെ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാനും കൊച്ചും എന്റെ ഭർത്താവും പോവാണ്. ഞങ്ങൾ പോവാ. ഞങ്ങൾക്ക് നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല. എനിക്ക് അടക്കില്ലുണ്ടല്ലോ. ഈ കളവന്മാരെയൊക്കെ കൊണ്ടുകഴിഞ്ഞോ എനിക്കൊന്നും എങ്ങോട്ടേലും ഒരിടത്ത് നടക്ക്. ഞാൻ തെറ്റുന്നു. നീ എന്താ കാണിക്കുന്നത്? ഇത് പൊതുസ്ഥലമാണ്, നമ്മുടെ വീടല്ല. വീടാണെങ്കിൽ കൊറേ. സാറേ സാറേ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഞങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടെ. നീ എന്തോടി വില്ലു കൊല ചാട്ടുവാണോ? അതല്ല സാർ, അതായത് സാർ ഇത് എന്ത് സംഭവം സാറിന് മനസ്സിലായില്ല. ഇതൊരു സ്പെഷ്യൽ മസാജറാണ്. മസാജർ? അത് തന്നെ. ഇത് വെച്ച് മസാജ് ചെയ്തപ്പോൾ ഇപ്പൊ കണ്ടില്ലേ മാഡത്തിന്റെ മൂഡ് മാറിയത് കണ്ടോ? അതിന്റെ മസാജിന്റെ അസുഖം മാഡത്തിന് മനസ്സിലായില്ലേ? ഇതിന് വളരെയധികം വിലയുള്ള സാധനമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ 2000 രൂപയ്ക്കാണ് ഇത് നൽകുന്നത്. ഇത് വേണ്ട കേട്ടോ. അവർക്ക് എപ്പോഴും ഈ മൂഡ് മാറി കഴിഞ്ഞാൽ എനിക്കത് കുഴപ്പമാണ്. അത് സാർ ഇന്ന് ഞങ്ങളൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഈ 2000 രൂപയുടെ സാധനം 1449 രൂപയ്ക്കാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. എന്നാലും നമുക്ക് വേണ്ട.
വേണ്ട അല്ലേ? ഇത് വേണ്ട ഇത് മാഡം വേണ്ട. വില കൂടിയതുകൊണ്ടാണോ? രണ്ട് ഫെസ്റ്റിവലാണ്, ക്രിസ്മസ് ന്യൂ ഇയർ. ഇത് രണ്ടും പ്രമാണിച്ച് ഞങ്ങൾ വീണ്ടും വില കുറച്ചിരിക്കുന്നു. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് തരാം. 999 രൂപയ്ക്ക്. 9 രൂപയ്ക്ക് വേണ്ട വേണ്ട സുഹൃത്തെ. വേണ്ടല്ലേ? താല്പര്യമില്ല. അല്ല എന്ന് വേറെ മറ്റേ അല്ല, അത് താല്പര്യമില്ല. സാറേ, നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാകുന്ന മറ്റൊരു സാധനമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇതാണ് ബാക്ക് ക്രാക്കർ. ബാക്ക് ക്രാക്കർ. അതായത് പുറം മാന്തുന്ന സാധനം. ബാക്ക് ക്രാക്കർ. പുറം ചൊറിയുന്നെന്ന് അങ്ങ് പറഞ്ഞാ പോരെ. അത് വേണ്ട അത് വേണ്ട. അത് ഞാൻ നേരത്തെ മേടിച്ചതാ. ആണോ? എത്രയായി? എത്രയാന്ന് വെച്ചാ 5 ലക്ഷം രൂപ 50 പവനും. ചൊറിയുന്നേനോ? ചൊറിയുന്നേനെ. അതൊരു സാധനം എന്തേ? സാധനം തോണ്ടിരിക്കുന്നു. 5 ലക്ഷം രൂപ 50 പവനും കൊടുത്ത് എന്റെ പുറം ചൊറിയണമെങ്കിൽ പുള്ളി മതി, വേറെ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അവസാനം ഞാൻ ആ ഗ്യാസ് കുറ്റി അങ്ങോട്ട് തുറന്നു വിട്ട് അവരെ അങ്ങ് ആവിയാക്കി വിട്ടു. അന്നേരം ചൊറിച്ചിൽ തീർന്നത്. അത് ശരി. അപ്പൊ നീയാണ് എന്റെ ഭാര്യ കൊന്നതല്ലേ? ഗ്യാസ് കയറ്റി പുകയായിട്ട് വിടുന്നത് നീ അല്ലേ? നിന്നോട് ഞാൻ അപ്പടെ പറഞ്ഞോളാ, ബോഡി അടക്കുന്നതിന് മുമ്പ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. കണ്ടില്ല, അവള് കൊന്നതാന്ന് എന്റെ ഭാര്യ. എന്നോട് എന്റെ മോനായി നിൽക്കുന്നത്. അത് ശരി. അപ്പൊ നിങ്ങള് അച്ഛനും മോനുമായിരുന്നോ? പറവനെ, ഞാൻ അച്ഛനാന്ന് പറയടാ, ഞാൻ അച്ഛനാന്ന് പറയടാ. ഗുണ എനിക്ക് സമ്മതിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവള് സമ്മതിക്കത്തില്ല. അതാണ് ഓവർ ആക്ടിങ് വേണ്ട, അവള് സമ്മതിക്കൂല. അയ്യേ, അച്ഛനാന്ന് പറഞ്ഞോണ്ട് വന്നേക്കുവാ. നിങ്ങളുടെ DNA ടെസ്റ്റ് ഉണ്ടോ? അതിന്റെ റിസൾട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മോനാണ് സമ്മതിക്കുന്നത്? ആദ്യം DNA ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുപോവാ. ഭാര്യ ഒന്നും ജീവിച്ചിരിപ്പില്ലല്ലോ. ചമ്മിപ്പോയി. ഈ പ്രായമുള്ള മനുഷ്യൻ എന്തിനാണ് നീ ജിമ്മിൽ പോകുന്നത്? ജിമ്മിൽ പോയെന്നല്ല പറഞ്ഞേ, ചമ്മിപ്പോയെന്നാ പറഞ്ഞേ. അപ്പൊ ഞാനാണോ ചമ്മിയത്? ആ മോനെ, ചേട്ടാ തൽക്കാലം ഒന്ന് ചെല്ല്, ഞങ്ങൾ ഈ ബിസിനസ് ഒന്ന് നടത്തി. സാർ, ഞാൻ ഇനി മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളെ, മാഡം പ്ലീസ്, മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് മസാജിങ് ചെയർ. മസാജിങ് ചെയർ? അതെ അതെ അതെ. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻസ് ഒക്കെ അങ്ങ് പോവും. അല്ലേ ചേട്ടാ? അതെ അതെ അതെ. ടെൻഷൻ എല്ലാം നമ്മൾ മറക്കും. ഇപ്പൊ തന്നെ മേടിച്ചിട്ടേ ഉള്ളു. 1,67,000 രൂപ ഇതിന്റെ വില. ഓൺലൈനില്ല? ഓൺലൈനില് 1,67,000 രൂപ. വേണ്ട വേണ്ട വേണ്ട, ഈ സാധനം വേണ്ട. അത്രയും പൈസ മുടക്കുന്ന ഈ സാധനം വേണ്ട. സാറേ, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഫുൾ ബോഡി മസാജർ ആണ്. നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മേടിക്കാൻ തോന്നും. ട്രൈ ചെയ്യുന്നതിന് നിങ്ങൾ പൈസ തരണ്ട. വേണ്ട, അത്രയും പൈസ മുടക്കുന്നു ഞങ്ങൾ വേണ്ടത്. അല്ല, പൈസ തരണ്ട. ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ട്. സാർ ഒന്ന് ഇരുന്നാ മതി. ഇരുന്നാ മതി. അല്ല, അതിന് പൈസ ഇല്ല. ഇരിക്കുന്നതിന് പൈസ ഇല്ല. പൈസ ഇല്ല. ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇപ്പൊ മേടിച്ചിട്ടേ ഉള്ളു. ഇനി ഇതാ മതിയാ? ഇങ്ങനെ ഇരുന്നാ മതി സാർ. സാറേ, കണ്ണടച്ച് കിടന്നോളൂ. കണ്ണെന്തിനാ അടയ്ക്കുന്നത്? ടെൻഷൻ പോവും. ഓഹോ. റിലാക്സ് ആവും. അല്ല, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? സാർ, അതിന്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു യന്ത്രക്കൈ വരും. നേന്ത്രക്ക വരും? എന്തിന് നേന്ത്രക്കൈ അല്ല, യന്ത്രക്കൈ വരും. യന്ത്രക്കൈ? അത് തന്നെ. യന്ത്രക്കൈ വന്ന് സാറിനെ മനോഹരമായിട്ട് മെസ്സാജ് ചെയ്യും. അയ്യടാ മനമേ, കൊള്ളാമല്ലോ ഇത്. എടി, ആ സ്വിച്ച് ഒന്നിട്ടേ. ഓക്കെ. കറണ്ടൊന്നും അടിക്കത്തില്ലല്ലോ അല്ലേ? ഇല്ല പേടിക്കണ്ട സാർ. കൈ വന്നു. അതാണ്. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, സൂപ്പർ. മൊത്തം താഴെ കാലിന്റെ അവിടെ വരുന്ന ആ സ്വിച്ച് ഒന്നിട്ടേ. ആ കാല് ഇപ്പൊ കാലിലല്ലേ സാറിന് മെസ്സാജ് ചെയ്യേണ്ടത്? കൊള്ളാമല്ലോ സംഭവം. എങ്ങനെയുണ്ട് സാർ? ഓക്കെ അല്ലേ? റിലാക്സ് ആയോ സാർ? കൊള്ളാം, സൂപ്പറാണ്. സാറങ്ങ് മയങ്ങിപ്പോയി. ശരിക്കും ഒരു ഉറക്കം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാർ, ഇത് ഒരെണ്ണം സാറ് മേടിക്കാൻ തോന്നില്ല ഇപ്പൊ? സത്യം പറഞ്ഞാൽ മേടിക്കണമെന്നുണ്ട്, പക്ഷെ 1,67,000 ഒന്നും കൊടുത്ത് നമുക്ക് ഈ സാധനം വേണ്ട. അതാണ്, അവിടെയാണ് സാറേ നിങ്ങൾക്ക് തെറ്റിപ്പോയത്. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേന് 1,60,60,000 രൂപ കണ്ടില്ലേ? പക്ഷെ ഇവിടെ ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ പ്രമാണിച്ച്, ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്ക് ഓഫർ തരികയാണ്. ഇതിന് വെറും 4,999 രൂപ മാത്രം. ഇതിന് വെറും 4,999 രൂപ മാത്രം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇത് വാങ്ങിക്കാം. അത് തന്നെ. സംഭവം ഞാൻ 4,999 ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം അല്ലേ? വേണം. അപ്പൊ സാറിന് പൈസ തന്നാ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇത് ഡെലിവറി ചെയ്തേക്കാം. പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓക്കെ. ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്പർ പറഞ്ഞു. ഓക്കെ സാർ, ഇതില് ഗൂഗിൾ 4,999 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ സാർ പൈസ കൊടുത്താ? പിന്നെ ഗൂഗിൾ പേ കിട്ടിയില്ല. ഈ സാധനം പാക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. താങ്ക് യു. പിന്നെ സാറേ, ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ മറ്റൊരു സാധനം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തിന്? നിങ്ങൾക്ക് ഈ ഇതിലിരുന്ന് ഒരു മസാജിങ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൂടെ ഇതിന്റെ കൂടെ കൊണ്ടുപോയാൽ പറ്റൂ. എന്തിനാ ഈ ചെയറിനകത്ത് യന്ത്രക്കൈയൊക്കെ വന്ന് എന്നെ ഇങ്ങനെ ചെയ്യത്തില്ലേ? അത് മതി. ആ യന്ത്രക്കൈ വരണോ? വരണം. വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നേ.
ദേ, ഇതാ യന്ത്രക്ക ഇതുകൂടെ കൊണ്ടുപോകണം. ഇതേത് അമ്പലത്തിലെ മേൽശാന്തിയാണ്? അയ്യോ മേൽശാന്തി അല്ല, നിങ്ങൾ ഇതുകൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഇത് കൊണ്ടുപോ, ഫ്രീ ആണ്. അപ്പൊ ഇതിന്റെ മനോഹര പുള്ളിയായിരുന്നു ഇതൊക്കെ ചെയ്ത്. പിന്നെ പുള്ളി ഇതൊക്കെ ചെയ്തത് അതായത് പുള്ളി കളരി മർമ്മ തിരുമ സകല സംഭവങ്ങൾ അറിയാം. ആ അതിന്റെ ആ മസാജിനകത്ത് എനിക്കത് അനുഭവപ്പെട്ടു. ഫീൽ ചെയ്തില്ലേ? ഇത് പുള്ളി വടക്കമ്പാട്ടിലൊക്കെ ഉള്ളതാ. അത് ശരി. വടക്കം പാട്ടുള്ള ആളെങ്ങനെ തെക്കൻ കാറ്റടിച്ചപ്പോഴാണോ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ വന്നു. എന്തായാലും കൊണ്ടുപോക്കോ, ഫ്രീ ആണ്. ഓക്കെ 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 ഓക്കെ. വടക്കാ ഒന്ന് പിടിച്ചേ. അയ്യോ സാർ അത് വേണ്ട, ഇത് ഞങ്ങൾ വീട്ടിൽ ഡെലിവറി ചെയ്തോളാം. വീട്ടിലെത്തിക്കുക? അതെ, രണ്ടും ഞങ്ങൾ അവിടെ എത്തിച്ചേക്കാം. അല്ല ഞാൻ പുള്ളിയെ കൊണ്ടുപോക്കോളാം. അല്ല അത് കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടും ഒന്നിച്ചവിടെ കൊണ്ടുവന്നോളാം. സ്വന്തം തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് വല്ലവരും വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോവാ തിരിവിക്കാൻ വേണ്ടിട്ട്. നല്ല ഒന്നാം തരം മക്കള്. ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അറിയാൻ മേലാണ്ട് ഈ 2024 അപ്പനും അമ്മേനെ മക്കള് വെളിയിൽ ഇറക്കി വിടുക, വൃദ്ധസാധനത്തിൽ കൊണ്ടേ വിടുക. എന്തൊരു കാലം! ഈ കാലത്തിന്റെ പോക്കത് എങ്ങോട്ടാ എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുവാ. കറക്റ്റാ മോനെ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടും. നല്ല കഷ്ടോടായി പറയുന്നേ. അറിയാവോ, സ്വന്തം അച്ഛനെ ഈ കസേരക്കൊപ്പം ഒഴിവാക്കി വിടാൻ നോക്കിയവൻ അവൻ. അറിയാവോ, താനാരാ? ഞാൻ അവന്റെ അച്ഛൻ. ആ ബെസ്റ്റ്. എന്നാ ഒരു കാര്യം ചെയ്യാം, വടക്കനെ ഞാൻ ഇങ്ങ് എടുത്തിട്ട് ബെടക്കനെ അങ്ങോട്ടങ്ങ് തരാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.